ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളിത് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സമൂസയേക്കാളൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് മൈദയിലോട്ട് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. 1.5 കപ്പ് മൈദക്ക് 1/2 കപ്പ് കോൺഫ്ലവറാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുഴക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതുവരെ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 വലിയ സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സ്ലൈസ് ചെയ്തതല്ല കേട്ടോ, ചോപ്പ് ചെയ്തിട്ടാണ്. പിന്നെ അതുപോലെ ഇതിലോട്ട് 2 പച്ചമുളക്, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, മീറ്റ് മസാല പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേവിച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഒരു ഓൾമോസ്റ്റ് 1/4 കപ്പോളം ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഷ്രെഡ് ചെയ്തെടുത്തത്. അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് ഷ്രെഡ് ചെയ്ത ചിക്കനാണ് കേട്ടോ. 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിക്കന് പകരം വേവിച്ച പൊട്ടാറ്റോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇത് മിക്സാക്കി എടുക്കുക. ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കണം. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കന് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ അവിൽ വലിച്ചെടുക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. എത്ര നേരം പുറത്ത് വെച്ചാലും അതിൻ്റെ ക്രിസ്പിനെസ് പോകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടിപ്പാണ് അവിൽ ചേർക്കുന്നത്. പിന്നെ അതുപോലെ എണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് ഈ അവിലും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേറൊരു രീതിയിലും മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വഴറ്റാതെ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വലിയൊരു സവാള. അപ്പോൾ ഇത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച ചിക്കൻ, ഒരു 1/2 കപ്പോളം വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ്. പിന്നെ നമ്മളിതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു അളവിന്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി വഴറ്റാതെ നമ്മൾ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സമൂസൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ഉള്ളി വഴറ്റാതെ ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അവിൽ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം വരാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക്
മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമോസയുടെ കവറിങ് അതിൻ്റെ ഒരു ഷീറ്റും കൂടെ ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഫില്ലിങ് നിറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നോർമലി. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു രീതിയിൽ ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് സൈഡിലോട്ടൊന്നും ആവാതെ ഇതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു 2 അറ്റവും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഒട്ടും വിട്ട് നിൽക്കരുത് കേട്ടോ, വിട്ടു പോകരുത്. നല്ലോണം ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ജോയിൻ്റായി കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു അറ്റം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സമോസയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിനെസ്സോടെ കിട്ടുന്നുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് തിന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് വേറൊരു രീതിയിൽ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൂരിയുടെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം 3 ഷീറ്റ് പരത്തിയെടുക്കുക കേട്ടോ. സെയിം സൈസിലുള്ളതായിരിക്കണം 3 എണ്ണവും. സെയിം ആ ഒരു നമ്മൾ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി വെക്കുക. ഈ ഒരു സമോസ ഷീറ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പും അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇയറും അതിന് മുന്നേ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറേ രീതിയിലുള്ള സമോസ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൈനീസ് ഫ്ലേവറിലുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ടും, അതുപോലെ ചിക്കനൊന്നും ചേർക്കാതെ അവിൽ മാത്രം ഫില്ലിങ് വെച്ചിട്ട്, അവിലും സവാളയും അങ്ങനെയുള്ള ഫില്ലിങ് വെച്ചിട്ടൊക്കെ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിം സൈസിലുള്ള 3 ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 3 ഷീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് വലിച്ചിട്ട് ഒരേ രീതിയിലാക്കാം. പിന്നെ അതുപോലെ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഷീറ്റിലോട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 3-ാമത്തെ ഷീറ്റിൽ എണ്ണ ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൈദ തൂക്കി കൊടുക്കുക. 2 ഷീറ്റിൻ്റെ മുകളിലോട്ടും മൈദ തൂക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ സൈസൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലെ ഒരുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മറ്റേ ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ നല്ലോണം തൂക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ അതുപോലെ നമുക്കൊരു ലോങ് ആയിട്ടുള്ള ഷീറ്റാണല്ലോ വേണ്ടത് സമൂസക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നീളത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രിങ് റോളും ചെയ്യാം കേട്ടോ. ആ ഒരു ഷീറ്റും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട. ഒരുപാട് തിന്നാക്കി പരത്തുമ്പോൾ പിന്നീട് നമ്മളത് ലെയർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് തിന്നാക്കി എടുക്കണ്ട. ഇനി നമ്മളിത് ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ ചൂടായ ശേഷം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുമിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കുറേ നേരം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കുമിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ വെന്തില്ലെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം അത്യാവശ്യം വേണം, അതുപോലെ ഓവറായിട്ട് വേവിച്ചെടുക്കുകയും വേണ്ട. ആ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി ഇതുപോലെ ചുട്ടെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ആ ഒരു ഷീറ്റ് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കറക്റ്റ് ആ ഒരു ലെവലാക്കി എടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലെവലാക്കിയിട്ട് നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയതിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ രണ്ടാക്കി എടുത്തിട്ടേ ഉള്ളൂ മിഡിൽ ഭാഗം.
അങ്ങനെയൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഏത് പാകമാണ് വിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ആ ഒരു പാകം നോക്കിയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പം മിഡിൽ ഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടി കിടക്കാറൊക്കെ ഉണ്ട്. അപ്പം മെല്ലെ നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഷീറ്റും ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെയുള്ള നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മൾ 3 വെച്ചിട്ടല്ലേ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 6 ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഇതിൽ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഒരു 25 സമൂസയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ 25-30ഓളം സമൂസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചെറിയ സമൂസയാണെങ്കിൽ. പിന്നെ സ്പ്രിങ് റോളാണ് വേണ്ടതെങ്കിൽ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സമൂസ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏത് മസാല വേണമെങ്കിലും 2 രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഏത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സമൂസയുടെ കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു അറ്റത്ത് നമുക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പേസ്റ്റ്, ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയെടുത്ത തിക്കായിട്ടുള്ള മൈദ പേസ്റ്റ്, അതും കൂടെ ചേർത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ എല്ലാ ഷീറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം, ഫ്രീസറിൽ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്